താരസംഘടന അമ്മയ്ക്കെതിരെ ആഞ്ഞടിച്ച ഉർവശി. ആദ്യം നടപടിയെടുക്കേണ്ടത് സർക്കാരല്ല, അമ്മ സംഘടനയെന്ന് ഉർവശി. താൻ ഇരയ്ക്കൊപ്പമാണെന്നും ഉർവശി പ്രഖ്യാപിച്ചു. സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് ശ്വേതാ മേനോൻ വെളിപ്പെടുത്തി. ഇവർ മൂലം തനിക്ക് അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ശ്വേതാ മേനോൻ പറഞ്ഞു. ഒറ്റപ്പെട്ട സംഭവമല്ല ഇതെന്ന് അൻസിബ ഹസനും സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് ഇന്ദ്രൻസും പ്രതികരിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ താരസംഘടനയായ അമ്മയുടെ നിലപാട് തള്ളിയ ഉർവശി റിപ്പോർട്ടിന്മേൽ അമ്മ ശക്തമായ നിലപാടെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. സിദ്ദിഖിന്റേത് ഒഴുക്കൻ നിലപാടാണെന്നും ഇനി ഒഴുക്കൻ നിലപാട് പറ്റില്ലെന്നും ഉർവശി പറഞ്ഞു. താൻ ഇരകൾക്കൊപ്പമാണ്. തനിക്ക് സിനിമാ സെറ്റിൽ നിന്ന് മോശം നോട്ടം പോലും ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് കളവാകുമെന്നും ഉർവശി പറഞ്ഞു. പക്ഷേ സിദ്ദിഖ് സംസാരിച്ചത് മാത്രം ഞാൻ ഡബ്ബിങ്ങിലായിരുന്നു, കുറച്ച് സമയം കേട്ടു. അപ്പോൾ ആദ്യത്തെ ഒരു പ്രസ്താവന എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് അങ്ങനെ ഒഴികെ പറയാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷെ ഇനി അങ്ങോട്ട് അതേ രീതിയിൽ ഞങ്ങൾ അങ്ങനെയൊന്നും അല്ല, ഇങ്ങനെയൊന്നും അല്ല, അതങ്ങനെ ആയിരിക്കും ഇല്ലായിരിക്കും, അങ്ങനെ പറയാൻ പാടില്ല. ഒരു സ്ത്രീ തൻ്റെ നാണവും ലജ്ജയും കാര്യങ്ങളും എല്ലാം മറച്ച വിഷമവും മറന്ന് ഒരു കമ്മീഷന്റെ മുമ്പാകെ കൊടുത്ത റിപ്പോർട്ടിന് വലിയ വില കൊടുക്കണം. ചുമ്മാ ആരെങ്കിലും വൈരാഗ്യം തീർക്കാൻ പറയുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ പ്രസ് മീറ്റ് വിളിച്ച് പറഞ്ഞാൽ പോരെ. ഇതങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാനതിൻ്റെ ആ സ്ത്രീകളുടെ എല്ലാ ഒപ്പം ഞാൻ എന്നും ഉണ്ടാവും. എന്താ പറയുന്നൊരു ഇത്രയും വർഷം സിനിമയിൽ നിന്നിട്ട് ഇങ്ങനെയുള്ള ഒരു നോട്ടം പോലും ഉണ്ടായിട്ടുള്ളത് ഞാൻ പറഞ്ഞത് വലിയ കള്ളമാവും. പക്ഷെ എനിക്ക് ചോദിക്കാനും പറയാനും ആളുണ്ടായിരുന്നു. എൻ്റെ കൂടെ എൻ്റെ സ്റ്റാഫ് ഉണ്ടായിരുന്നു, എൻ്റെ ബന്ധുക്കളും എൻ്റെ കുടുംബക്കാരും എല്ലാം ഉണ്ടായിരുന്നു. മലയാള സിനിമയിൽ സ്ത്രീകൾ ഉൾപ്പെടുന്ന പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് നടി ശ്വേതാ മേനോൻ വെളിപ്പെടുത്തി. പവർ ഗ്രൂപ്പ് കാരണം 9 സിനിമകൾ തനിക്ക് നഷ്ടമായെന്നും ശ്വേതാ മേനോൻ പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞ ഇത് ഈ പവറോ ഇത് എനിക്കറിയില്ല. ആണുങ്ങൾ മാത്രമല്ല, പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ ദുഷ്മന്മാരാണ്. ഇതിൽ താമസിക്കുകയാണ്. എനിക്കറിയാം അവിടെ എന്തൊക്കെയാണ് ചർച്ചകൾ നടക്കുന്നത്. ഭയങ്കര നാണക്കേട് മാത്രമല്ല, എല്ലാവരും കളിയാക്കണമുണ്ട്. പക്ഷേ ഈ മാറ്റത്തിന് ഒരു വലിയൊരു അഭിനന്ദനങ്ങളും എല്ലാവരും പറയുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാർ വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് നടൻ ഇന്ദ്രൻസ്. ഏതു മേഖലയിലായാലും സ്ത്രീകൾക്ക് നേരെയുണ്ടായ ചൂഷണങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകണമെന്നും നടൻ ഇന്ദ്രൻസ് പറഞ്ഞു. സർക്കാർ വേണ്ടതുപോലെ ചെയ്യുമായിരിക്കും. അത് എപ്പോഴും സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്നത് ഏത് മേഖലയിലായാലും അങ്ങനെ ആവശ്യമാണല്ലോ. പക്ഷെ അത് എന്തിനായാലും നമ്മുടെ സംഘടനയിലും സിനിമയിലും ആണുങ്ങളെക്കാളും കൂടുതൽ പെണ്ണുങ്ങളാണ്. പുതിയ കുട്ടികളൊക്കെ ഒരുപാടുണ്ട്. എല്ലാവർക്കും പ്രതീക്ഷയും എല്ലാവരും നന്നായി പോകുന്നുണ്ട്. പിന്നെ പരാതികൾ ഇടയ്ക്കുണ്ടെങ്കിൽ അത് അന്വേഷിക്കുകയൊക്കെ ചെയ്യട്ടെ. ഒരു ബംഗാളി നടി രംഗത്ത് വന്നിട്ടുണ്ട്. ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. അവർക്ക് നേരെ ലൈംഗികമായിട്ടുള്ള തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടായി എന്നുള്ളതാണ് അവർ പറയുന്നത്. എനിക്ക് ശരിക്കും ഇപ്പോഴുള്ള പുതിയ മലയാളി നടികളെ പോലും അറിയില്ല, പിന്നല്ലേ ബംഗാളി നടി. ചലച്ചിത്ര അക്കാദമിയുടെ എതിർസ്ഥാനത്തിരിക്കുന്ന രഞ്ജിത്തിനെതിരെയാണ് അത്തരം ആരോപണം. അത് ആർക്ക് വേണ്ടി എന്ന് പറയാമല്ലോ. പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ പേരിൽ ഓരോരുത്തർക്കും എന്തും പറയാമല്ലോ. പെട്ടെന്ന് അറിയുന്നതും അതല്ലേ. നമുക്ക് ചർച്ച ചെയ്യാൻ എളുപ്പവും അങ്ങനെയുള്ളവരെ കുറിച്ച് നേർസ്ഥാനത്തേക്ക് ഇരിക്കുന്നവരെ കുറിച്ച് വിരളി ചൂണ്ടുമ്പോഴല്ലേ. എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും ഇത്രയും സ്ത്രീകൾ പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വസ്തുതയുണ്ടാകുമെന്നും അമ്മ എക്സിക്യൂട്ടീവ് അംഗം അൻസിബ ഹസൻ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.